ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളും ഇതാ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോണു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴുള്ള സീനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞാറ്റന്ന് നേരത്തെ എണീച്ച് വന്നിരിക്കുന്നു കേട്ടോ. ഇന്ന് എല്ലാവരും എണീപ്പിച്ചത് ഇന്ന് അവളാണേ. കാരണം ഇന്ന് രാവിലെ എണീച്ചിട്ട് ഇതാ അമ്മയുടെ റൂമിന്റെ വാതിലുമൊക്കെ പോയി കൊട്ടി അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കി അമ്മമ്മ അമ്മമ്മ എന്നൊക്കെ വിളിച്ച് ബഹളം വെച്ചിട്ട് അമ്മ പാവം എണീച്ച് വന്നു കേട്ടോ. കൂട്ടത്തിൽ ഞാനും പുറകെ എണീറ്റ് വന്നു. അമ്മ അടുപ്പിൽ തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. പാവ അതിന്റെ കൂടെ അവളും കൂടിയിട്ടുണ്ട്. അവള് നമ്മളൊരു പണി എടുക്കേണ്ടടത്ത് അല്ലെങ്കിൽ നമ്മളൊരു 2 പണി ഒരുക്കൊണ്ടടത്ത് അവളൊരു 4 പണി നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അങ്ങനെ അമ്മേനോട് ഞാൻ ചോദിച്ചു ഇന്നിപ്പോ എന്താ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഓരോ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോ എന്നാ ശരി ഏതായാലും പുട്ടുപൊടി ഇരിക്കുന്നുണ്ട്, ചപ്പാത്തി പൊടി ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും ഉണ്ടാക്കണില്ല. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരം വഴുകും. പാവ അമ്മയ്ക്ക് പണിയുണ്ടല്ലോ, പണിക്കും പോകണ്ടേ. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ 2 പേരല്ലേ ഉള്ളൂ. കുട്ടിയുണ്ട്, കുട്ടി ഇപ്പൊ എത്ര കഴിക്കും. അപ്പൊ അന്നേ നമുക്ക് പുട്ടുണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടേ പുട്ടുപൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പുട്ടുപൊടിയും കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോ തേങ്ങ അല്ല കേട്ടോ. തേങ്ങ എന്തായാലും എന്നാ പൊളിക്കാനുണ്ട്. അങ്ങനെ എന്നാ അത് പൊളിച്ചിട്ട് വായോ പറഞ്ഞിട്ട് അമ്മ എന്നെ പറഞ്ഞു വിട്ടാ കേട്ടോ. ഏതാ പുറകെ എന്റെ കൂടെ ഏതാ പണിക്ക് ഒപ്പം ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വെയിൽ കുറച്ച് കമ്മിയായിരുന്നു, നല്ല മൂടലും ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പൊ മഞ്ഞ് കൊള്ളണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നിർത്തിയതാണ്. എവിടെ അവള് ബഹളം വെച്ച് ഇതാ മുറ്റത്ത് കൂടെ കേട്ടോ. ഞാനും തേങ്ങ പൊളിക്കുന്നതിന്റെ ഇടയിൽ കൂടെ അവളും. അങ്ങനെ ഇതാ തേങ്ങ പൊളിക്കലൊക്കെ കഴിഞ്ഞ് വന്നു. ഇതാ ഇനിയിപ്പോ മാവ് ഒന്ന് കുഴയ്ക്കണം കേട്ടോ. മാവ് പറഞ്ഞ പൊടി അങ്ങനെയും പറയുമല്ലോ. അങ്ങനെ ഇതാ പൊടി കുഴയ്ക്കാൻ വേണ്ടി പൊടിയൊക്കെ കൊട്ടിയിട്ട് ഇനി ഇതാ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ പൊടി കുഴച്ചോണ്ടിരിക്കുകയാണ്. പാവ അമ്മ ഇതാ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഇതാ അരി അടുപ്പത്തിടുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണു, എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ അമ്മ അടുപ്പത്തൊക്കെ അരിയൊക്കെ ഇട്ടിട്ട് അമ്മ ഇനിയിപ്പോ പല്ലൊക്കെ തേക്കണം. ഇനിയിപ്പോ പുട്ടൊക്കെ ആയി വരുമ്പോഴത്തേന് ഇനി അമ്മമ്മയും കുട്ടിയും കൂടി ഒരു പല്ല് തേക്കലും കൂടി ഉണ്ടാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ കുറച്ച് സമയം എടുക്കും. എന്താന്ന് വെച്ചാൽ അവള് പറയും എനിക്ക് വെള്ളം വേണം, ഉമ്പ് വേണം, പല്ല് തേക്കണം. നമ്മളിനിയിപ്പോ അവളെ തല്ല് തേപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ശരി കേട്ടോ. അവള് ബ്രഷ് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും. വെറും ബ്രഷ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ പറയും പേസ്റ്റ് വേണമെന്ന്. അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട് ബഹളം വെച്ച് ആകെ ചന്നം പിന്നാക്കും നമ്മുടെ കയ്യും കാലും മേലൊക്കെ കേട്ടോ. കാരണം എന്താ കൈ കിട്ടിയിച്ചെങ്കിൽ അതും കൊണ്ടൊക്കെ എടുത്ത് എറിയും. അങ്ങനെ ഞാനിതാ ഫസ്റ്റ് ട്രിപ്പ് ഇതാ ഗ്യാസിലാണ് ഇട്ട് വെച്ചത് പുട്ട്. പിന്നെ കറണ്ട് അടുപ്പിൽ ചായക്കുള്ള വെള്ളം കൂടിയും വെച്ചിട്ടോ. അങ്ങനെ ഇതാ അങ്ങനെ ആന്ന് കൂന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. എന്താന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആവി വരുന്നില്ല കേട്ടോ. കാരണം ഈ പുട്ടുപൊടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖമല്ല കേട്ടോ. നമ്മൾ വേറെ ഒരു തരം പുട്ടുപൊടി മേടിക്കാറ് ഇവിടെ കേട്ടോ. നോക്കുമ്പോൾ അത് കഴിഞ്ഞിരിക്കണു. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അത് നോക്കുമ്പോൾ നനഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ നല്ല കുഴഞ്ഞ് ഒട്ടിയിട്ട് കുറച്ച് സമയം എടുക്കാണ് കേട്ടോ ആവിയൊക്കെ കയറാൻ. അങ്ങനെ അതൊക്കെ വെന്തോന്നൊക്കെ നോക്കി വന്ന് അപ്പോഴത്തേനും ചായ ആയിട്ടോ. ചായയൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഒന്ന് അരിച്ച് വെക്കട്ടെ. എന്നാ പിന്നെ എല്ലാവരും അങ്ങോട്ട് ചായ കുടിക്കാൻ വരുമ്പോഴത്തേനേ അല്ലാതെ ഫസ്റ്റ് എല്ലാവർക്കും ഒരു ചായ കുടി ആണ് കേട്ടോ, കടിയൊന്നും ആവണതിന് മുന്നേ. അതുപോലെ അനിയത്തിമാർ വന്നാലും തന്നെ കേട്ടോ രാവിലെ ഞങ്ങളൊരു കട്ടൻ ചായ വെക്കും. ഒരു 1/2 ഗ്ലാസ്സൊക്കെ വീതം എല്ലാവരും ഒന്ന് കുടിച്ച് റെഡിയായി. പിന്നെ നമ്മൾ ചായ അല്ലെങ്കിൽ കടിയൊക്കെ റെഡി ആകുമ്പോഴത്തേനും പിന്നെ ഒരു ചായ കേട്ടോ. അപ്പൊ പാലുണ്ടെങ്കിൽ അങ്ങനെ പാലൊക്കെ വെച്ചിട്ട് അങ്ങനെ കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ ആവി കയറി 2-3 ആവിയൊക്കെ കയറി വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇതാ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് കുളിക്കാൻ പോകണം. അമ്മ പറഞ്ഞു എന്നാ കുട്ടീനെ നോക്കിക്കോ, കുട്ടീൻ്റെ അവിടെ എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഇനി അവള് അമ്മയുടെ പുറകെ പോവും. ഞാനിനിയിപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇതാ പുട്ടൊക്കെ അങ്ങനെ കുറ്റീന്ന് തട്ടിയിട്ടിട്ട് ഇതാ അടുത്ത ട്രിപ്പിനുള്ളത് ഞാൻ വാരിക്കോരി തട്ടുന്നുണ്ട് കേട്ടോ പൊടി. അങ്ങനെ ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് കൊണ്ടുപോയി വെക്കണം. കുറേ ദിവസമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്. പിന്നെ അമ്മയ്ക്ക് കുറേ ദിവസമായി പണി തുടങ്ങിയിട്ട് ഇപ്പൊ 2 ആഴ്ച ആവാറായിട്ടോ. അപ്പൊ എന്താ വെച്ചാൽ രാവിലെ അതൊന്നും നടക്കില്ല. പിന്നെ ഇവള് രാവിലെ ബഹളം വയ്ക്കല് എല്ലാം കൂടിയിട്ട് ഒന്നും നടക്കില്ല കേട്ടോ. അപ്പൊ ഞാനെന്ത് വിചാരിച്ചു നമുക്ക് എളുപ്പം ഇതൊക്കെ തന്നെയല്ലേ, പുട്ടോ അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് കൊണ്ട് പിന്നെ ദോശ ഉണ്ടാക്കാം, ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാട്ടോ. അപ്പൊ അതും എളുപ്പമാണ്, ഒരു 5-6 ചുട്ടാലും മതിയല്ലോ. അങ്ങനെ പുട്ടൊക്കെ ഇതായി. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് അമ്മ പടിക്ക് പോയിട്ടോ. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും എനിക്ക് തന്നെ വയറ് കത്തി കാളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ പല്ലൊക്കെ തേച്ച് വന്ന് ചായയൊക്കെ കുടി കഴിഞ്ഞ് ചോറ് വെന്തോ നോക്കുകയാണ് കേട്ടോ. ചോറ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഒന്ന് വേറെ അരിയെ തോന്നുന്നു അമ്മ അടുപ്പത്തിട്ടിരിക്കണത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടിയും കിടന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു 1-1.5 മണിക്കൂറൊക്കെ എടുക്കുന്നതാ ചോറ് വേവാൻ. ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ അരിയിൽ വെള്ളം ഉണ്ടോ നോക്കട്ടെ, ഒന്ന് ഇളക്കിയും കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ച് ചെന്നപ്പോൾ അരിയിൽ വെള്ളം കുറവാണ്. നോക്കുമ്പോൾ ചോറ് വെന്തു ഇരിക്കണു കേട്ടാ. അപ്പൊ വേറെ അരിയാണ് അമ്മ ഇട്ടിരിക്കണത്.
അങ്ങനെ ഞാനെന്തായാലും എന്നാ വേർത്ത് വെക്കട്ടെ കയ്യോടെ, അല്ലെങ്കിൽ അത് പിളുന്നനായ ഒന്നിനും പറ്റില്ലല്ലോ. അങ്ങനെ ചോറ് അത്യാവശ്യം വേവും വേണം. അപ്പം അങ്ങനെ ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ചോറൊക്കെ വാങ്ങി വെള്ളമൊക്കെ തറ്റി അങ്ങനെ ചോറ് വാർക്കുകയാണ് കേട്ടോ. ഞാൻ ചോറ് വാർക്കാൻ വേണ്ടിയിട്ട് മുട്ട് വെക്കാൻ നോക്കുമ്പോൾ ഗ്ലാസ് പറ്റുന്നില്ല, വലിയ ഗ്ലാസ്. അതാണുമ്പോൾ കയ്യിൽ നിന്ന് വിടാനും പറ്റില്ല ചോറും കാലം, അല്ലെങ്കിൽ ഇന്നപ്പോൾ ചോറും കാലും കൂടി വേറെ വേറെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ തിരിഞ്ഞ് ഞാൻ കൊട്ടക്കൈയിലല്ല കയ്യിലിട്ടാ, കയ്യിൽ പുറകുവശത്തായിരുന്നായിരുന്നു. അതൊക്കെ വെച്ച് അതൊക്കെ ഒരു പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കിയിട്ട് ഞാൻ അടുപ്പിൻ്റെ കണ്ണിയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. എല്ലാം അങ്ങനെ കയ്യോടെ അങ്ങനെ മോറി വെച്ചാലേ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ച പാത്രങ്ങളും അതങ്ങനെ എല്ലാം കൂടിയും കഴുകി വെച്ച് അങ്ങനെ ചോറായി കേട്ടോ. ചോറൊക്കെ ആയതിന് ശേഷം അടിച്ചു വാരാനുണ്ട് കേട്ടോ. ഇനി എല്ലാതിനൊക്കെ ഒന്ന് അടിച്ചു വാരണം. അതിന് എങ്ങനെയാണ് നമ്മൾ അടിച്ചു വാരുന്നതിന് മുന്നിൽ വന്നിട്ടായിരിക്കും കേട്ടോ അവളെ എപ്പോഴും കളി. അത് എപ്പോഴും ഉള്ള ശീലമാണ് കേട്ടോ. നമ്മൾ അടിച്ചു വാരുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തായിരിക്കും അവൾ കളിക്കുക കേട്ടോ. ഓടുകയോ ചാടുകയോ എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അവിടെ നിന്നിട്ടേ കളിക്കുകയോ ചെയ്യുള്ളൂ. മാറി കിട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കേൾക്കുകയില്ല കേട്ടോ. അങ്ങനെ ഉള്ളൊക്കെ അടിച്ചു വാരൽ കഴിഞ്ഞു, സിറ്റ് ഔട്ടൊക്കെ അടിച്ചു വാരുകയാണ്. ഇനി അടിച്ചു വാരിയിട്ടും ബാക്കി പരിപാടികളൊക്കെ കിടക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ അമ്മ വന്നു. അമ്മ കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ 10 മണിക്ക്. അമ്മ 10 മണിക്ക് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ പിന്നെ 9 മണിയൊക്കെ ആവണതിന് മുന്നേ തന്നെ 8:30 ആകുമ്പോഴത്തേനും 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിക്കണതല്ലേ, അങ്ങനെ കഴിച്ചു പോകുന്നതല്ലേ. അങ്ങനെ എല്ലാം ഉള്ളടിക്കലും കഴിഞ്ഞ് പുറത്തടിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ അമ്മ വന്നിരിക്കുന്നു കേട്ടോ. അമ്മ 10 മണിക്ക് വന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അമ്മ പോയി. പിന്നെ ഇതിനിടയിൽ അവളെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് അങ്ങനെ അവളെ കിടത്തി ഉറക്കി. അങ്ങനെ നേരെ വന്നത് എങ്ങടാന്നറിയോ, വഴി കുറേ ദിവസമായി അടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന ചെമ്പരത്തിന്നൊക്കെ ഈ ചപ്പും ചവറും അല്ലാതെ പൂവും പിന്നെ ഉണങ്ങിയ ഇലയൊക്കെ കൊഴിഞ്ഞിട്ടൊക്കെ ആ ഭാഗത്ത് എപ്പോഴും ചപ്പും ചവറുകളായിരിക്കും. കാരണം താഴത്തെ വീട്ടിലേക്കൊക്കെ പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ആൾക്കാർ അങ്ങോട്ടും കൂടെ ഒക്കെ കയറുന്നത് ഇറങ്ങണതൊക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ വഴി അടിക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ വഴി അടിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ അടിക്കാൻ നിന്നപ്പോഴത്തേനും ഞാൻ അലക്കാനും കുളിക്കാനും പോവാന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാറ്റ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റ ഈ തോട്ടും പക്കത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം കാരണം അമ്മ അടി നിർത്തി. അങ്ങനെ അമ്മേനെയും കൊണ്ടൊന്നും അടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ഞാനിപ്പം ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത് കേട്ടോ. ഇന്നാണ് പിന്നെ ഞാൻ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാഗത്തൊക്കെ കുറച്ച് അപ്പുറത്ത് കേട്ടോ, വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. അവിടെ തോടിൻ്റെ സൈഡ് ഞാനിങ്ങനെ അടിച്ചു വാരിയാണ്. അത് അടിച്ചു വാരിയിട്ട് ഇനി നമ്മുടെ തെങ്ങിൻ്റെ ഒട്ടിക്ക് തന്നെ ഇടണം കേട്ടോ ചപ്പ്. അപ്പോൾ തോടൊക്കെ ഇപ്പം എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി ഇരിക്കുകയാണ് കേട്ടോ. തോടൊക്കെ ഇപ്പോൾ കാടും ചപ്പും എല്ലാം കളഞ്ഞ് വൃത്തിയായി കിടക്കുകയാണ് കേട്ടോ. നമ്മൾ പിന്നെ ഈ സൈഡത്തേക്ക് ഇങ്ങനെ കാനൽ ഇങ്ങനെ ഇല കൊഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ തോട്ടിക്കൊക്കെ വീഴും കേട്ടോ. അപ്പോൾ ഒരു സുൽത്താൻ അതിനെ ഓടുന്നുണ്ടല്ലോ നായി. ഭയങ്കര നായശല്യം കേട്ടോ ഇവിടെ. ഞങ്ങളുടെ അവിടെ 1 2 എന്നല്ല 10,000ങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇഷ്ടം പോലെയാണ്. തൊടിക്കടയും പറമ്പ് കൂടെ എങ്ങോട്ടും ഒന്നും ഇറങ്ങാനേ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും ബഹളമാണ് ഇപ്പോൾ. അങ്ങനെ തോട് സൈഡൊക്കെ അടിച്ചു വാരൽ 2-3 പ്രാവശ്യം കോരിയിട്ട് ഒക്കെ കൊണ്ടുവന്നിട്ടു കേട്ടോ. അപ്പോഴത്തെ നമ്മുടെ ഈ സൈഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്ഥലത്തിന്റെ അതിര് കെട്ടിയിട്ടുണ്ടായിരുന്ന അവിടുത്തെ കോൺക്രീറ്റ് ഒക്കെ പോയിട്ട് ഈ മഴ 2-3-4-5 കൊല്ലമായിട്ടോ അത് കെട്ടിയിട്ടിട്ട്. അപ്പം അങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ഇളകി പോയിട്ട് നമ്മുടെ കല്ലും മെറ്റലൊക്കെ വേറെ വേറെ കിടക്കുന്നു കേട്ടോ. അങ്ങനെ അടിച്ചു വാരുമ്പോൾ ആ കൂട്ടത്തിൽ അതും കൂടി ഇങ്ങോട്ട് പുറക്കിയിട്ടു കേട്ടോ. അപ്പോഴത്തേനും എല്ലാം ഒന്ന് സമാധാനമായി വന്ന് അമ്മ ഉച്ചയ്ക്ക് കഞ്ഞുടിക്കാൻ വന്ന സമയത്താണ് മേമ കൂന് കിട്ടിയിന്ന് രാവിലെ പണിക്ക് പോകുമ്പോന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് കൊണ്ടുവന്ന് കൊടുക്കണത്. നോക്കണോ കഥ. അപ്പം ഇനി പണി കിടക്കണുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് അമ്മ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ കേട്ടോ. അപ്പോൾ പെരുത്ത മഴ. രാവിലെ നല്ല വെയിലായിരുന്നു. അങ്ങനെ അമ്മ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അമ്മ പോയിട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞമ്മക്ക് പണി കിടക്കണുള്ളൂ. ഞാൻ പിന്നെ രാവിലത്തെ ഒരു പുട്ടിൻ്റെ ഒരു അരക്കുറ്റി പുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും അതന്നെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് രാവിലത്തെ ചായ ഇരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടി കുടിച്ചിട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒരുപാട് ഫ്രണ്ട്സ് പുതിയത് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും കാണുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയ ഓപ്ഷനും കൂടി ഉണ്ട് കമന്റ് ചെയ്യുന്നോടത്ത് കേട്ടോ. കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് എന്നുള്ളത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മേമ കൊണ്ടുവന്ന് തന്നതല്ല, ഇനിയിപ്പോൾ എന്തായാലും നന്നാക്കി എടുക്കട്ടെ കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇത് നന്നാക്കി എടുത്ത് വരുമ്പോഴത്തേന് കേട്ടോ. അങ്ങനെ അമ്മ കഞ്ഞി കുടിച്ചിട്ട് പോവാൻ വേണ്ടി നിന്നപ്പോഴത്തേന് ഇന്ന് ശരി ഞാനൊന്ന് സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് തന്നെ വന്നിട്ടോ. അന്ന് അമ്മ നേരത്തെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഈ പകുതി എത്തിയപ്പോഴത്തേനും പറഞ്ഞു എന്നാൽ ശരി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തന്നെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പം അങ്ങനെ വന്നിട്ട് അമ്മ നന്നാക്കാൻ കൂടാലോന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു എന്നാൽ
കഞ്ഞുടിയൊക്കെ കഴിഞ്ഞിട്ടേ പാത്രങ്ങൾ ഇതാ അവള് കഴിക്കണം പറഞ്ഞിട്ട് അവളുടെ അടുത്ത് വെച്ച പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടേ കഴുകുക. എന്നിട്ട് അമ്മ കേട്ടോ അവൾക്ക് എന്തെങ്കിലും ആരെങ്കിലും നമ്മളെന്തെങ്കിലും കുടിക്കണത് കണ്ടിട്ടുണ്ടെങ്കിലുള്ളൂ പ്രശ്നം കേട്ടോ. അപ്പം അമ്മ അത് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയൽ കുറച്ച് ഒരു കയ്യിൽ കഞ്ഞി ഉണ്ടായിരുന്നു, അതും കുടിച്ചിട്ട് പിന്നെ അമ്മ എൻ്റെ കൂടെ അത് നന്നാക്കാൻ കൂടാലോ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിന്നു. അമ്മ കത്തിയും കൊണ്ടുവന്നു തന്നു കേട്ടോ. പിന്നെ മേമ്മമാര് പിന്നെ രാവിലെ പണിക്ക് പോകുമ്പോഴാണ് അത്ര ഇത് കണ്ടത്. പിന്നെ കൊണ്ടുവന്ന് തരാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ കയറിയിട്ട് അവരെല്ലാവരും കൂടി വന്നപ്പോഴാട്ടോ. അമ്മ 10 മണിക്ക് വന്നായിരുന്നു. അതേപോലെ തന്നെ വൈകുന്നേരം വരുമ്പോഴത്തേന് ഇനി നമുക്ക് സമയം ഉണ്ടാവില്ല, സന്ധ്യ ആവില്ലേ. അപ്പം അങ്ങനെ കഞ്ഞി കൊണ്ടായിരുന്നു മേമ. എന്ന് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതെല്ലാം കൂടി എല്ലാവർക്കും കൂടി വീതം വെച്ച് കൊടുക്കാലെന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ മേമ ഉച്ചയ്ക്ക് വന്നിട്ട് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വീതം വെച്ച് തന്നു. അപ്പം നമുക്ക് പണിയും കിട്ടി, അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കാരണന്മാരൊക്കെ പറയാമല്ലോ, എൻ്റെ അമ്മമ്മയൊക്കെ പറയായിരുന്നു കേട്ടോ, എപ്പോഴും ഇങ്ങനെയൊക്കെ കിട്ടണത് നല്ല ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് എപ്പോഴെപ്പോഴും കിട്ടുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു രുചി ഉണ്ടാവില്ല അതിന്. അപ്പം അങ്ങനെയാണ്. അപ്പം ഭാഗ്യം എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ. കിട്ടുമ്പോൾ നമ്മൾ തെരഞ്ഞു പോയ ആ സമയത്തും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അങ്ങനെ. അപ്പം എന്തായാലും അതൊന്ന് നന്നാക്കി എടുക്കട്ടെ പറഞ്ഞിട്ട് കേട്ടോ. എല്ലാം നന്നാക്കിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ എന്തായാലും ചൂടുവെള്ളം രാവിലെ വെച്ച സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കണം. അങ്ങനെ ഫസ്റ്റ് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അര മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പുഴുക്കളോ അല്ലെങ്കിൽ മണ്ണും മണലൊക്കെ ഉണ്ടാവും, അതെല്ലാം പോട്ടെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ഇട്ട് വെച്ചു. പിന്നെ അന്ന് രണ്ടാമത് വാരി എടുത്തിട്ട് പിന്നെ രണ്ടാമതും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കുറച്ചതിലേക്ക് ചെറിയുള്ളിയും 2-3 ഒരു വെളുത്തുള്ളിയല്ലിയും കൂടി നന്നാക്കി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ ആദ്യമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇട്ട് കശക്കി മുങ്ങാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ല വെള്ളത്തിലൊക്കെ നല്ല മുങ്ങി കിടക്കുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. ഇപ്പം എന്തായാലും 2 ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. അതിന് എങ്ങനെ നമ്മളെന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ഇവള് സമ്മതിക്കുകയല്ല. അങ്ങനെ അതെല്ലാം നന്നാക്കി എടുത്ത് ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറിയൊരു പൊട്ട എടുത്തോളൂ കേട്ടോ, ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം. അതൊക്കെ ഒന്ന് ചതച്ചെടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ രണ്ടാമതും ചൂടുവെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. അതെല്ലാം വാരിക്കോരി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ. എന്നിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ അടുപ്പത്തന്നെ വെക്കുന്നത്. അടുപ്പത്ത് തീ പിടിപ്പിക്കണം. അപ്പോഴത്തേന് കണ്ടോ പുറകെ ആള് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും വിറകിടുകയാണെങ്കിലും പട്ടയിടുകയാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ. ഇനി നമ്മളെന്തെങ്കിലും ഇനി തീ പിടിപ്പിച്ചു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വിറകോ പട്ടയോ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അതിൽ കൊണ്ടുവന്ന് ഇടും. പേടിയാണ് കേട്ടോ. ചിലപ്പോൾ വല്ല വിറകും കൊള്ളിയൊക്കെ വലിച്ചിടും അവളി. അങ്ങനെ വിറകും കൊള്ളി എന്തെങ്കിലും വലിച്ചിട്ടാലോ എന്ന് പറഞ്ഞപ്പോൾ അതും പേടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ തീയൊക്കെ പിടിപ്പിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ആക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം പറഞ്ഞ പോലെ ഇപ്പം എന്തായാലും ഭാഗ്യം കടാശിക്കല്ലേ. ഇനിയിപ്പോൾ എന്തായാലും കിട്ടിയത് വെക്കട്ടെ കേട്ടോ. അങ്ങനെ നല്ല മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ വെക്കും പോലെ വെക്കണം വിചാരിച്ചിട്ടോ. അധികം ചാറില്ലാണ്ട് കുറുകിയ ചാറോട് കൂടിയിട്ട്. പിന്നെ ചെറിയ ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ കുഞ്ഞാറ്റ ഭയങ്കര കളിയാട്ടോ. ഞാൻ TV ഒക്കെ നിർത്തി വെച്ചിട്ടാണ് നമ്മൾ വോയിസ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പരിമിതികളൊക്കെ എത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ വീഡിയോ എടുക്കുന്നതും ഒക്കെ നമ്മുടെ സ്വന്തം റിസ്കിലാണ് കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കുഞ്ഞു വീഡിയോസാണ്, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം എന്താ നിങ്ങളുണ്ടെങ്കിലേ നമ്മളുള്ളൂ, അത്രയല്ലേ ഉള്ളൂ പറയാൻ പറ്റുക നമുക്ക്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ അതാ എല്ലാം തീയൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴത്തേനും കണ്ടോ അവള് ഇതാ വിറക് ഓലയൊക്കെ കൊണ്ടുവന്ന് ചുറ്റി തിരികാൻ തുടങ്ങി. അവൾ ഒരു വിധമൊക്കെ പറഞ്ഞ് പാട്ടിലാക്കിട്ടോ. ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അണ്ണാൻ ചിലക്കുന്നുണ്ട്, കിളി ചിലക്കുന്നുണ്ട്, അവിടെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവളോട് ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ വാർത്ത് വെച്ചതല്ല. ഇനി മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റണം കേട്ടോ. അതിന് എന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ അത് ഇനി അതും കൂടി ആയിട്ട് വേണം ഇനി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. റെസ്റ്റ് എന്നൊന്നും പറയാല്ല. ഇനി അപ്പോഴത്തേനും ഇനി വൈകുന്നേരം അപ്പോഴത്തേനും എൻ്റെ കുറച്ച് സമയമായിരിക്കണം കേട്ടോ. 3:30 4 മണി 5 മണിയൊക്കെ ആവാറായിരിക്കണം. ഇനിയും വർക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇത് ആയിട്ട് എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്തി ആവും. അത് വെച്ചിട്ടാണ് ഞാനപ്പോൾ കുഞ്ഞു വീഡിയോസ് ആക്കിയിട്ട് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. നമുക്ക് ഉച്ചവരെയുള്ള വീഡിയോസൊക്കെ നമ്മളങ്ങനെ എടുക്കും. അതേപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസ് അങ്ങനെ ചെറിയ വീഡിയോസൊക്കെ ആക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാറ് കേട്ടോ. അതല്ലേ സൗകര്യം. അങ്ങനെ ഇതാ നമ്മുടെ കൂണുകറിയൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആയി. ഞാൻ ഇറക്കി വെച്ചു. ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്
കുറച്ച് കറിവേപ്പിലൊക്കെ തൂവി അതിൻ്റെ മേലെ അത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അമ്മയ്ക്കുള്ള വെള്ളം, കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.